ഹായ് എവരിവൺ, നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, ഇതാണ് ക്രിസ്ത്യൻ രോഹിത്, ഈ ചാനലിലെ മെയിൻ നടനാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ആരാണ് ഈ വൃത്തിയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നതെന്ന്. എൻ്റെ പേര് ഷാരോൺ ജോർജ്. തുടർന്നുള്ള വിശേഷങ്ങൾ ഇൻട്രോയ്ക്ക് ശേഷം. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വാൽപ്പാറയാണ്. നമ്മൾ ഈ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷോലാറിൽ നിന്ന് തുടങ്ങി വാൽപ്പാറ വഴി കറങ്ങി തമിഴ്നാട് വഴി തിരിച്ചെത്തുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, കടത്തിൻ്റെ ബോയ്സ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലെ കന്നി വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കന്നിയാടാ? കന്നി എന്ന് പറഞ്ഞാൽ കുടിക്കണ കന്നിയല്ല, ആദ്യത്തെ വീഡിയോ എന്ന രീതിയിലുള്ള മലയാള അർത്ഥം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മൾ 10-60 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന് ശേഷം അതിരമ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോയത്തെ ആ റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ. ഓക്കെ, ഗൈസ്, അങ്ങോട്ട് നോക്കിയേ, ഒരു മയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റിന് തൊട്ട് സൈഡിൽ തന്നെ നിൽക്കുന്നത്. ഒരു പേടിയില്ല നീ സാധനത്തിന്. ആ പീലി ഒന്ന് എടുത്തേച്ചെങ്കിൽ കുറച്ച് സൂപ്പറായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, വണ്ടി നമ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് അവർ എത്തണമെന്നാണ് പറഞ്ഞത്. നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ട്, അത് ആ ചെക്ക് പോസ്റ്റിൽ കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഫോട്ടോ എടുക്കാൻ വഴിയിൽ നിർത്തിയോ കാട്ടിലേക്ക് കയറാനോ പാടില്ല എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കാൻ മാക്സിമം അല്ലേ ചെയ്യാതിരിക്കാൻ. ഗായ്സ്, നമ്മളിത് ഒരു ആനക്കൂട്ടം ഇതിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയ ഒരു ഫാമിലി ഓഫ് ആനകളുണ്ട് അല്ലേ റോഹിത്ത്? കുറച്ചുണ്ട് അവിടെ. കുറച്ചുണ്ട്. എന്തായാലും കൊള്ളാം. ഇതിങ്ങനെ കണ്ട കളറുണ്ട്, ചുവപ്പ് കളറാണ്. ഈ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്, ചൂട് കാരണേ മണ്ണെല്ലാം എറിഞ്ഞിട്ട് ചുവപ്പ് കളറിൽ നിൽക്കണതാണ് സംഭവം. ചൂടായതുകൊണ്ടായിരിക്കുമല്ലേ ഇത്രയും പുറത്തേക്ക് വന്നേക്കണത് നിങ്ങൾ? അതെ അതെ. കലിപ്പ് വിട്ടോ. കാട്ടാനന് എസ്കേപ്പ് ഇട്ട് വന്നിട്ട് ഇപ്പത് ആനവണ്ടിയുടെ അടിയിൽ പോയാണ്. ഭാഗ്യം. പൈസ അങ്ങനെ രണ്ടാമത്തെ KSRTC ബസ് റോട്ട് മാറ്റി കൊടുക്കും. വഴി ബ്ലോക്കായിരിക്കുകയാണ്. റോട്ട് നമ്മൾ എറണാകുളത്ത് മാത്രമല്ല വാൽപ്പാറയിലും ബ്ലോക്ക് ഉണ്ടാക്കും അല്ലേ റോട്ട്? അതെ. ഒരു മിനിറ്റ്, പയ്യെന്ന് പറഞ്ഞെടുത്തോട്ടെ, അവിടെ കാണാനെങ്കിലും കിട്ടും. അതെ, നേരത്തെ അവിടെ പറഞ്ഞ് നിൽക്കണം. നോക്കണം അതേടെ ദീദീന് അതിനെ തന്നെ നീ എടുക്കണം. ഒളിച്ചിരിക്കണുണ്ടോ പയ്യ? ആ വെള്ളം എടുത്ത് കൊടുത്താലോ അവന്മാർ വരും. അപ്പോൾ ഗൈസ്, നമുക്ക് കമ്പനിക്ക് കുറച്ച് റൈഡേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റോഹിത്, നമുക്ക് കുറച്ച് മ്യൂസിക് കേട്ട് ചില്ല് ചെയ്താലോ? പിന്നെന്താ. അപ്പോൾ ഗൈസ്, നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തി. ഇനി ഇവിടെ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നമ്മൾ ഇവിടെ സംസാരിച്ചപ്പോഴത്തേക്കും തമിഴ്നാട് കയറാം, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടാസ്ക് ഓണാണ്, ട്രിപ്പ് ഓണാണ്, എന്തായാലും പോകാൻ പറ്റും, നോ പ്രോബ്ലം. ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, തമിഴ്നാട് വണ്ടി, കേരള വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോ പ്രോബ്ലം, നമ്മൾ നേരെ പോകണേ. അപ്പോൾ ഗൈസ്, ആ ബോർഡ് കണ്ടോ, വെൽക്കം ടു തമിഴ്നാട്. അപ്പോൾ നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമുക്ക് അങ്ങനെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഇനി നേരെ ഷോലേർ ഡാമിലേക്കാണ്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല, കുറച്ചേ ഉള്ളൂ അല്ലേ റോഹിത്തെ? അതെ. എൻ്റെ പൊന്നോ, അയാളെ കൊണ്ട് നമ്മൾ മൊത്തം ട്രിപ്പ് പോകേണ്ടി വന്നാൽ വാൽപ്പാറ കൊണ്ട് ഇറക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഷോലേർ ഡാം എത്തിയിരിക്കുകയാണ്. എന്താ താഴത്തുനിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. വെള്ളം ഷട്ടർ ഓപ്പൺ അല്ലാതെ കാരണം ഒരു തരി പോലും വരുന്നില്ല അല്ലേ?
ഷട്ടർ അങ്ങനെ എപ്പോഴും ഓപ്പൺ ആവില്ല. പോയിട്ട് എന്താണ് ഡാമിനെ കുറിച്ച് പറയാനുള്ളത്? ഡാം കൊള്ളാം, പൊളി ഡാം. ഇത് വളരെ നല്ലൊരു ഡാമാണ്. വളരെ നല്ലൊരു ഡാമാണ്. കുറെ കല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും പ്രൊഫഷണൽ ആയിട്ടാണോ താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പണ്ട് തുടങ്ങി ഞാൻ ഈ സ്കില്ലൊക്കെ ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാറില്ല. എൻ്റെ കൈ ഉണ്ടോ അതെന്തോ ഇതിൽ തന്നെ പിടിച്ച് പ്രൊഫഷണൽ റൈഡറായ അൾട്രാ പ്രോ റൈഡേഴ്സ് ക്ലബിലെ റോഹിത്തിന്റെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. താഴത്തേക്കുള്ള വ്യൂ ഉണ്ടോ? ഷട്ടർ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഫുള്ള് വെള്ളമായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ക്ലോസ്ഡാണ്, കാരണം ഒട്ടും വെള്ളമില്ല. പിള്ളേരൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ബഹളമാണ് ഇവിടെ. നമ്മുടെ ചെക്കന് നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുത്ത് കൊടുക്കാത്ത സങ്കടത്തിലാണ് ആസ് യൂഷ്വൽ. പയ്യന് കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കാം. ഫോട്ടോ എടുക്കണോ അല്ലേ? അതെ തന്നെ ഗൈസ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മേൽഭാഗത്ത് എത്തി. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ തേൻ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. ഓരോന്ന് റേറ്റ് എത്രയെന്ന് ചോദിച്ചേ? തേൻ എത്ര ഏട്ടാ? എത്രയാണ്? 550 രൂപ. കൈ കാണിച്ച് നമ്മളെപ്പോൾ എടുത്ത രാവിലെ എടുത്ത ഡാമിലെടുത്തതാണ്. ഇതെല്ലാം പാലിനെ കഴിച്ച് തടി വയ്ക്കാം സാർ, ചൂട് വെച്ചാൽ തടി പോകുന്ന തടി എനിക്ക് കൂടുതലാണ്. എങ്ങനെയുണ്ട്? ആരത് പിടിക്കും സാർ, എണ്ണ ഒഴിച്ച് കാണിക്കാം. ഒറിജിനൽ സാധനം വെള്ളത്തിൽ മിസ്സാവില്ലേ? ഒറിജിനൽ ആണെങ്കിൽ മിക്സ് ആവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കും. ചെറുതായിട്ടെന്താ മിക്സ് ആവുന്നുണ്ട്. ചെറുത് മിസ്സിന്റെ വെള്ളം കുടിച്ചു നോക്കും, വെള്ളത്തിലെ അടിയിൽ മധുരം ഉണ്ടാവില്ല. ഒറിജിനൽ സാധനം ട്യൂബിലിന്റെ വെള്ളത്തിലെ മധുരം ഉണ്ടാവും. കുറച്ച് കൂടുതലേ നമ്മളെ ഒഴിക്കാം. ഇപ്പോൾ നിങ്ങൾ കുടിച്ചു നോക്കും. ഇതെല്ലാം നമ്മളെ ഡാമിലെടുത്ത സാധനം, ഇതല്ല ഷട്ടറിലെടുത്തത്. ലിറ്റർ 550 അല്ലേ? 1.5 കിലോ വരും ബൈക്ക് കൂടും. ചേട്ടാളായിട്ട് പാലിനെ കഴിച്ചാൽ വണ്ണം കൂടും, ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ തടി കമ്മിയാക്കാം, വയറ് കമ്മിയാക്കാം. തരത്തിലല്ല സാധനം. നമുക്ക് നോക്കിയിട്ട് വരാം. പോരാട്ടോ, കണ്ടിട്ട് കറക്റ്റ് സാധനം ഒന്നും ആണോ? അത് നമുക്ക് ആ ഡാം എളുപ്പം കണ്ടിട്ട് നോക്കാം. ഗൈസ് ഡാം നോക്കിക്കേ, മഴ സീസൺ അല്ലാത്ത കാരണം ആ വെള്ളമൊക്കെ ഭയങ്കര കുറവാണ്. മാർക്കുണ്ട് അവിടെ. അതെ, വാട്ടർ ലെവലല്ലേ? അതെ, വളരെ കുറവാണ്. അപ്പോൾ ഗൈസ് വെയിലിൻ്റെ കാഠിന്യം മൂലം നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ഷാരോണേ, വേർ ഇസ് മൈ അംബ്രല്ല? ഗൈസ് നമ്മുടെ നടൻ റോഹിത്ത് കുട വേണമെന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ കുട എടുക്കാൻ മറന്നു. തൽക്കാലം വെയിൽ കൊള്ളാതെ അല്ലാണ്ട് വേറെ നിർവാഹമില്ല അല്ലേ? അതെ. പക്ഷേ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? പൊരി വെയിലാണെങ്കിൽ പിള്ളേരുടെയൊക്കെ മൈൻഡ്. നമ്മളൊക്കെ ആണെങ്കിൽ ഇറങ്ങുമോ? പ്രശ്നം തണലോക്കി കളിക്കാന്ന് പറയും. ഇവിടെ 6 എൻ്റെ പൊന്നു കൂടുമാണത്. മൊത്തത്തിൽ മാറിയില്ലടോ നോക്കി ഫുള്ള് 2 സൈഡിൽ ഇപ്പൊ മറ്റേ ഇതാണ് തേയിലച്ചെടിയാണ്. കുറെ അടിപൊളിയായിട്ട് ഫുള്ള് കളർഫുള്ളായി. ഇപ്പോഴാണ് ആ റൈഡ് ഒന്ന് ഫീൽ വരാൻ തുടങ്ങുന്നു. ഓയ്യോ വഴി റോഡും അടിപൊളിയായിരുന്നു. ആ റോഡും അടിപൊളി. അതെ ഗൈസ് ദേ ഇവിടെ കുറേ ഒത്തിരി പേര് ദേ നിൽക്കുന്നതാണല്ലോ. നമ്മളെ ചെറിയൊരു കാരണം വ്യൂ അടിപൊളിയാകാൻ ആൾക്കാർക്ക് എന്തായാലും കാണാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ? നിർത്തി എല്ലാവരും കാണുന്നുണ്ട് അല്ലേ? ഫോട്ടോഷൂട്ടും മറ്റും ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പ കോപ്പ് ഏത് പാറയിലേക്ക് പോകണം? വാൽപ്പാറ എത്തി. വാൽപ്പാറ മലക്കപ്പാറന്ന് വാൽപ്പാറ എത്തി. വാൽപ്പാറയുടെ ഇറക്കുന്നത്. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നേ? ആനമല ഗൈസ്. അപ്പോൾ ആനമല റൂട്ട് പിടിച്ചാണ് നമ്മൾ പോകുന്നത്. പൊള്ളാച്ചി കയറുന്നില്ല, ആനമല റൂട്ട് അല്ലേ? പൊള്ളാച്ചി റൂട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഡീവിയേഷൻ എടുത്ത് ആനമല കയറാനാണ് പ്ലാൻ. കേരള തമിഴ്നാട് ബോർഡർ കയറി അറ്റവിടൽ. അതെ, തിരിച്ച് പാലക്കാട് വഴി തിരിച്ച് നേരെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് ഷാരോന്റെ കുഴിമന്തി. എന്താ ഗൈസ്, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ? ഇതിന്റെ അവസാനത്തെ വീഡിയോയിൽ ഇടാം. അവിടെ കുഴിമന്തി കഴിക്കണം. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഗൈസ് നോക്കിയാൽ നമ്മുടെ വാൽപ്പാറ ചുരമാണ് എത്തിയിരിക്കുന്നത്. ഇത് നോക്കി പാമ്പ് കിടക്കുന്നത് വളഞ്ഞ് കിടക്കുക. ഇത് മൊത്തം ഇറങ്ങി നേരെ കാണുന്നതാണ് ആളിയാർ ഡാം.
ഡാമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഡാമിൽ നമ്മൾ കയറുന്നില്ല, നേരെ പാലക്കാട് പോകാനാണ് പ്ലാൻ. അതെ, വെയിൽ കാശ്മീർ പോയി വെയിലിന് ഇഷ്ടപ്പെടുന്ന റോഹിത്താണ് പറയുന്നതല്ലേ. റിച്ച് ഫാമിലി ജനിച്ച കാരണം വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന യൂട്യൂബർ. സിമ്പിളായിട്ടാണല്ലോ പുള്ളി വളച്ച് റൈഡർ. അതെ, പ്രോ റൈഡ് അൾട്രാ ലെജൻഡ് ആണല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഈ വ്യൂവും കൂടി കാണിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോയത്തെ അടിപൊളിയല്ലേ? അതെ, പിന്നെ തിരിച്ച് നാട്ടിലേക്ക്. അതെ, തിരിച്ച് നാട്ടിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ആനമല റൂട്ടിൻ്റെ എൻഡിങ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് പോകാനുള്ള റൂട്ടും ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ്. നമുക്ക് പാലക്കാട് പോകുന്ന റൂട്ടാണ്. അത് കയറി നേരെ എന്താ കണ്ടത് റോഹിത്തെ? കുതിരാൻ ടണൽ കാണണം. കുതിരാൻ ടണലാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗായ്സ് ദേ നമുക്ക് വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കുമ്മട്ടിങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 20 രൂപയാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ പീസാക്കി പ്ലേറ്റിലാക്കി തരും പുള്ളിക്കാരൻ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എന്തോ മസാല എന്തോ ഇടുമെന്നാണ് പുള്ളി. അതേ മസാല ഇട്ടിട്ട് നമുക്ക് തരും. 20 രൂപയാണ് റേറ്റ് പറഞ്ഞത്. പോയിത്തെ സാധനം കിട്ടി. ഇവിടെ കയറ്റി തുടങ്ങിയല്ലേ ഗായ്സ്. നമ്മളിത് പാലക്കാട് കയറിയിരിക്കുകയാണ് ഇപ്പോൾ. കേരള വൈബ് ഓൺ. അതെ, കേരളത്തിലെ വൈബ്. കേരള വൈബിൽ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കാം. ആ നമ്മുടെ തമിഴ്നാട് തൊട്ട് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആ മൊത്തം ഭയങ്കര വ്യത്യാസം. അതെ, ചേഞ്ച് ആയി. ഇപ്പോഴാണ് ആ വഴിയൊക്കെ മാറി. മറ്റേ തമിഴ്നാട്ടിൽ കുറച്ച് ഡ്രൈ ആയിരുന്നു. ഇപ്പം നമുക്ക് അതെ അതെ അതെ, കേരളം സ്വർഗം അല്ലേ, ഹരിതാവ്. അങ്ങനെ ഫൈനലി നമ്മുടെ കുതിരാൻ ടണലിലെത്തി. അല്ലേ? അതെ അതെ, അടിപൊളിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വേറെ എൻട്രൻസ് ഉണ്ടല്ലോ. നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിംസിലേക്ക് കാണില്ല, അതേപോലെ ഉണ്ട്. വളരെ അടിപൊളിയായിട്ടുണ്ട് ഈ ടണൽ. പക്ഷേ ഒന്നും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ടണൽ എൻഡിങ് എത്താറായി. വൈബ് 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 ഗൈസ്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ടണൽ ക്രോസ് ചെയ്തു അല്ലേ റോഹിത്? അതെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടണൽ ക്രോസിംഗ് ആയിരുന്നു ഇത്. അതെ, നൈസായിരുന്നു കേട്ടോ, വേറൊരു ഫീലായി. അതെ, ഇന്ന് റോഹിത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. ഓക്കെ എവരിവൺ, നമ്മുടെ 400 കിലോമീറ്റർ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളെല്ലാം കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.